തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്താണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇത്രയധികം വലിയ പ്രതിഷേധങ്ങൾ നടക്കുമ്പോഴും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായ മറുപടി നൽകേണ്ടി വരില്ലേ? പ്രതിപക്ഷം അതിശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി സത്യവാങ്മൂലമായി തെളിവുകൾ ഹാജരാക്കിയാൽ മാത്രം തുടർ നടപടിയെന്ന് ആവർത്തിക്കുകയാണ് കമ്മീഷൻ. വരും ദിവസങ്ങളിൽ പാർലമെന്റിന് പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. PR സുനിൽ നൽകും കൂടുതൽ വിശദാംശങ്ങൾ. സുനിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു നിലപാട് അത് കൂടുതൽ കുഴപ്പത്തിലേക്കല്ലേ കൊണ്ടുപോവുക? കാരണം ശക്തമായൊരു പ്രതിഷേധം നമ്മൾ കാണുന്നു. ഇതൊരു തുടർച്ചയുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി ഒരു സത്യവാങ്മൂലം നൽകണമെന്ന് പറയുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിൽ ഒരു സ്ഥിരതയില്ലായ്മ അത് പൊതുസമൂഹം ചർച്ച ചെയ്യുകയാണ്. മുൻപ് പല കേസുകളിലും ഇത്തരത്തിൽ പരാതി സ്വീകരിക്കണമെങ്കിൽ ഇങ്ങനെ സത്യവാങ്മൂലം ചോദിച്ചല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശീലം. അപ്പോൾ പൊതുമധ്യത്തിൽ തന്നെ ഇത്രയധികം തെളിവുകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങൾ അതേറെ ഗൗരവതരമാണ്. അതിനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? റോഷ്നി, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും രാഹുൽ ഗാന്ധി രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്, ഒരു സാധാരണ മനുഷ്യനല്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് ഈ ഒരു ആരോപണം ഉയർത്തിയിരിക്കുന്നത്. അതും സാധാരണ ആരോപണമല്ല, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വലിയ പിഴവുകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, ഒരു വിഷയം ഉന്നയിക്കുമ്പോൾ, ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യം പരിശോധിക്കേണ്ടി വരും. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോഴെടുക്കുന്ന നിലപാട് എന്നത് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ആരോപണങ്ങളിൽ യാതൊരു കഴമ്പുമില്ല. രാഹുൽ ഗാന്ധിയുടെ കൈവശമുള്ള ഈ വോട്ടർ പട്ടിക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ യഥാർത്ഥ വോട്ടർ പട്ടികയല്ല എന്നൊക്കെയുള്ള ഒരു മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. മാത്രമല്ല, ഈ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ മാപ്പ് പറയണം എന്ന ഒരു ആവശ്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതേസമയം രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്തുകൊണ്ട് ഈ ഒരു പോളിംഗ് ബൂത്തുകളിലെ വീഡിയോ റെക്കോർഡിങ്ങുകൾ, CCTV ഫുട്ടേജുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു?